മുറപ്പെണ്ണ്. അച്ഛൻ്റെ സംസാരം കേട്ടുകൊണ്ട് ഒരു വേള അവൾ ശബ്ദം ഉണ്ടാക്കാതെ നിന്ന്. മോളൂൻ്റെ ഇഷ്ടം കൂടി ചോദിക്കാം, എന്നിട്ട് നാത്തൂനോട് പറയാം. മതി മതി. പക്ഷേ ഒരു കാര്യം, ഗിരിജ പറഞ്ഞു നിർത്തി. പത്മമോൾ അമ്പലത്തിൽ തൊഴുതു വേഗം വന്നോ? മുത്തശ്ശി ഒച്ച വെച്ചപ്പോഴാണ് അമ്മ ഞെട്ടി നോക്കിയത്. എന്താണോ അമ്മ പറയാൻ വന്നത്? ഒക്കെയ്ക്കും കാരണം മുത്തശ്ശിയാണ്. അവൾ കോളേജിൽ പോകാൻ തയ്യാറായി ഇറങ്ങി വന്നു. ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് അവൾ വേഗം പോയി. മോൾക്കിഷ്ടായ പിന്നെ സാരമില്ല, ബാക്കി ഒന്നും നോക്കേണ്ട, മുത്തശ്ശി പറഞ്ഞു. അവൾക്ക് ചെറുപ്പം മുതലേ അവനെ ജീവനാണ്, അവന് തിരിച്ചും. മുത്തശ്ശിയുടെ ഒഴിവാണ് അടുത്തത്. അവർ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനം എടുത്തു. കീർത്തന അന്ന് ലീവായിരുന്നു. ചെക്കൻ്റെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട് അവളെ കാണാൻ. തലേദിവസം തന്നെ അവൾ അക്കാര്യം പത്മയോട് പറഞ്ഞിരുന്നു. പത്മ കുറച്ച് നടന്നതേ ഉള്ളൂ, അപ്പോഴേക്കും സാറിൻ്റെ കാറ് അവളുടെ സമീപത്തായി നിർത്തി. 1000 പൂർണ്ണചന്ദ്രൻ ഒന്നിച്ചൊതിച്ചതുപോലെ അവളുടെ മുഖം തിളങ്ങി. പത്മ, കയറിക്കോളൂ, ബസ് സ്റ്റോപ്പിൽ വിടാം. വേണ്ടാന്ന് പറയണമെന്ന് ഓർത്തെങ്കിലും അവൾ മെല്ലെ ഡോർ തുറന്നു. ഇന്ന് കീർത്തന എവിടെ പോയി? അവളുടെ മാരേജ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ് സർ. അവൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഓ, ഓക്കെ. കീർത്തന പോയ സ്ഥിതിക്ക് താനും നോക്കുന്നോ, അതോ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയോ? ഒന്നും അറിയില്ല സർ. എൻ്റെ അച്ഛൻ പറയണ പോലെ ഞാൻ അനുസരിക്കും, അത്രയേ ഉള്ളൂ. പഠിച്ചൊരു ജോബ് നേടണോ ആദ്യം, എന്നിട്ട് വിവാഹം നോക്ക്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ അച്ഛൻ ഇതിനൊന്നും പറയില്ലടോ. അച്ഛനൊരു വക്കീലല്ലേ. അതാണ് പ്രതീക്ഷ. എന്നാലും എന്തു പറ്റി? അല്ല, എൻ്റെ ഒരു മുറച്ചെറുക്കനുണ്ട്, സേതുവേട്ടൻ. ഏട്ടനുമായിട്ടുള്ള വിവാഹം അപ്പച്ചി നേരത്തെ പറഞ്ഞു വെച്ചതാണ്. എന്നാലും എൻ്റെ മനസ്സിലൊന്നും ഇല്ലാട്ടോ സർ. മുറച്ചെറുക്കൻ എവിടെയാണ്? ഡൽഹി. ആൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പച്ചിയും മകനും മാത്രമുള്ളൂ. നല്ലതാണെങ്കിൽ നോക്കടോ, താൻ അറിയുന്ന ആളല്ലേ. എനിക്കങ്ങോട്ട് മനസ്സ് വരണില്ല സർ. ബിക്കോസ് ഞാൻ ഏട്ടനെ എൻ്റെ കൂടപ്പിറപ്പായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആഹാ, ബെസ്റ്റ്. എനിക്ക് തനിക്ക് ഇക്കാര്യം വീട്ടിൽ പറഞ്ഞൂടെ? അത് പിന്നെ എനിക്കെൻ്റെ അച്ഛനെ പേടിയാണോ? അല്ല, അച്ഛനെ വിഷമിപ്പിക്കാൻ വയ്യ. അച്ഛൻ ഇയാളെ വിഷമിപ്പിക്കില്ലടോ. അവൻ അത് പറയുമ്പോൾ അവൾ മന്ദഹസിച്ചു. പിന്നെ മുറച്ചെറുക്കനെ കെട്ടുന്നത് വിഷമിക്കണ്ട. ഞാൻ എൻ്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് തീരുമാനിച്ചത്. അവനത് പറഞ്ഞപ്പോൾ അവൾ ആലോചനയിലാണ്ടു. സാറിൻ്റെ വിവാഹം അത് തീരുമാനിച്ചതാണോ? ഈശ്വര, താൻ വെറുതെ. അതുവരെ അവനോട് സംസാരിച്ച സന്തോഷം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് അവൾക്ക് കെട്ടടഞ്ഞു. ഡോ, ഏത് ലോകത്താണ്? ഇവിടെ ഉണ്ട് സർ, ഞാൻ വെറുതെ. സാറിൻ്റെ മുറപ്പെണ്ണ് എന്തു ചെയ്യുന്നു? അവൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അവൻ ചിരിച്ചു. ബസ് സ്റ്റോപ്പ് എത്തി, ഇറങ്ങുന്നുണ്ടോ? ഓവ്. ബസ് സ്റ്റോപ്പല്ലേ ഇത്? സാർ ഇത്ര ദൂരം വന്നോ? ഓവ്. ഇനി കോളേജിൽ തന്നെയും കൂട്ടി ഇറങ്ങുന്ന കണ്ടാൽ അതോടെ ആകെ വിഷയമായാലോ. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കോളൂ. ശരി സർ, ഞാൻ ഇറങ്ങുക. പത്മ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഭാവിച്ചതും മഴ ചന്നം പിന്നെ പെയ്യാൻ തുടങ്ങി. ഇതെന്താ ഈ സമയത്തൊരു മഴ? അവൾ ആരോടെന്നല്ലാതെ പെറുപുറത്തു. ഡോ, കൂടെയുണ്ടോ? ഓവ്. അവൻ കാറ് മുന്നോട്ടെടുത്തു. ചാറ്റൽ മഴ നനഞ്ഞ് പത്മ വരുന്നത് അവൻ റിവ്യൂ മിററിൽ കൂടി കണ്ടു. ക്ലാസ്സിൽ ഫസ്റ്റ് അവർ അവൻ എത്തിയപ്പോൾ എന്നും കണ്ണുകളിൽ തിളങ്ങി നിന്ന കിരണം അസ്തമിച്ചതായി അവൾക്ക് തോന്നി. എന്തോ വല്ലാത്തൊരു നഷ്ടബോധം. കുഞ്ഞുനാളിൽ അപ്പൂപ്പൻ താടിക്കായി ഓടി ഓടി കാവിൻ്റെ ഓരത്തായി കാത്തുമടുത്ത് നിൽക്കുന്ന പത്മ. അവൾ ഓടി അടുക്കും തോറും അപ്പൂപ്പൻ താടി അകന്നകന്നു പോകും. കുഞ്ഞി പത്മയ്ക്ക് ഒരുപാട് വിഷമം തോന്നിയപ്പോൾ അതേ അവസ്ഥയാണിപ്പോൾ വീണ്ടും. എന്തോ വലിയൊരു നഷ്ടബോധം അവളെ അലട്ടി. എന്നും ക്ലാസ്സിലേക്ക് സാർ വരുമ്പോൾ അവളാണ് ഏറെ സന്തോഷിച്ചത്, മറ്റാരേക്കാളും. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് മാറി മറിഞ്ഞു. ഇനി സേതുവേട്ടനാണോ തൻ്റെ ജീവിതത്തിലെ പുരുഷൻ? അന്ന് സിദ്ധു ഇത്തിരി നേരത്തെ കോളേജിൽ നിന്ന് ഇറങ്ങി. അവനും ആകെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. പത്മയാണ് അവൻ്റെ ഉള്ളിൽ അപ്പോഴും. അവളുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുകയായിരുന്നു സിദ്ധു. ക്ലാസ് എടുക്കുമ്പോഴും അവൻ്റെ മിഴികൾ അവളുടെ ചലനങ്ങൾ സാകൂതം നിരീക്ഷിക്കുകയായിരുന്നു. അവൾക്ക് തന്നോട് പ്രണയമുണ്ടെന്ന്
ഈ ദിവസങ്ങൾ കൊണ്ട് അവന് മനസ്സിലായി കഴിഞ്ഞു. അവനോട് സംസാരിക്കുമ്പോഴും അവനെ കാണുമ്പോഴും അവൻ്റെ പ്രശംസ പിടിച്ചു പറ്റുമ്പോഴുമൊക്കെ അവളുടെ മനസ്സ് ആർദ്രമാകുകയായിരുന്നു. പക്ഷെ പൂജ, അറിവായ പ്രായം മുതൽ അമ്മ പറയുന്ന ഒരേയൊരു വാചകമാണ്, മോനെ, പൂജമോളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. അവൾ നല്ല കുട്ടിയാണ്. നിന്നെ അവൾക്ക് ജീവനാണ്. ഇന്നും ആ വാചകം അവൻ്റെ ഉള്ളിൽ മുഴങ്ങുകയാണ്. അവൾക്ക് പകരമായി അവളുടെ സ്ഥാനത്ത് പത്മയെ കൊണ്ടുവന്നാൽ അമ്മ അമ്മ സമ്മതിക്കുമാവോ? അവൻ ചിന്തയിലാണ്ടു. എന്തായാലും പത്മയ്ക്ക് തന്നെ ഇഷ്ടമാണ് തനിക്ക് അവളെയും. അച്ഛാ, അച്ഛൻ്റെ സമ്മതം മാത്രം മതി എനിക്ക്. എൻ്റെ അച്ഛൻ എതിരെ നിൽക്കില്ലെന്നും എനിക്കറിയാം. അവൻ ഫോണിൽ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി. എന്നിട്ടെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒന്ന് നെടുവീർപ്പെട്ടു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ സുമിത്രമ്മയും മാധവമാമിയും അമ്മയെ വിളിച്ച് സംസാരിക്കുകയാണ്. മുത്തശ്ശി അരികത്തായി ഇരിപ്പുണ്ട്. അതീവ സന്തോഷത്തിലാണ് രണ്ടാളുമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. ആ, ദേ നമ്മുടെ ആളെത്തി. ഏട്ടൻ തന്നെ നേരിട്ട് ഈ സന്തോഷം പങ്കുവച്ചോ. അമ്മ ഫോൺ മകനെ കൈമാറി. ഹലോ അമ്മാമ്മേ. ആ മോനെ, ഞാൻ നിന്റെ അമ്മയോട് സംസാരിക്കുമായിരുന്നു. എന്താ അമ്മാമ്മ വിശേഷിച്ച്? കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയെങ്കിലും അവൻ അജ്ഞത നടിച്ചു. മോനെ, ഞാൻ നേരിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. അല്ലെങ്കിൽ വേണ്ട, സുമിത്ര തന്നെ ആവട്ടെ. അയാൾ ഫോണ് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ഹലോ സിത്തു, അമ്മായിക്കും അമ്മമ്മയ്ക്കും സമ്മതമാണ് നിങ്ങളുടെ വിവാഹത്തിന്. ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി നമുക്കത് നടത്താം മോനെ. ഒറ്റ ശ്വാസത്തിലുള്ള അമ്മായിയുടെ സംസാരം കേട്ട് അവൻ പകച്ചു. ഇത്രയും പെട്ടെന്ന് ഈ മനംമാറ്റം, അതെങ്ങനെ? അവനത് പിടികിട്ടുന്നില്ല. മോനെ, നീ ഫോൺ വെച്ചോടാ. ഏയ് ഇല്ലമ്മായി, ഞാൻ കേൾക്കുന്നുണ്ട്. നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത പോലെ? അതോ നിനക്കിപ്പോഴും വിശ്വാസം വന്നില്ലേ? അമ്മായി രണ്ടാമത് പറഞ്ഞതാണ് കറക്റ്റ്. എനിക്കങ്ങട്, സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ മോളെ ഇങ്ങനൊന്നും കല്യാണം കഴിച്ചു വിടണമെന്ന് ആഗ്രഹമല്ലായിരുന്നു. പക്ഷെ അവൾ മാത്രം സമ്മതിക്കുന്നില്ല. അവൾക്ക് നീ മാത്രം മതി. പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഓ, അങ്ങനെയാണോ? അല്ലാതെ പൂർണ്ണമായും മനസ്സായിട്ടല്ലല്ലേ? ഇന്നലെ വരെ അല്ലായിരുന്നു. പക്ഷെ ഇന്ന് ദേ ഈ കുറുമ്പി എല്ലാം മാറ്റിമറിച്ചു അല്ലേടി? അമ്മായി ചിരിക്കുന്നത് അവൻ കേട്ടു. ഹലോ ഏട്ടാ. കാതരയായി പൂജ വിളിച്ചു. പൂജ, നീ വന്നോ? ഏസ്. ഇനി എന്നാണ് ഈയുള്ളവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ടെൽമി. ലുക്ക് പൂജ, എനിക്ക് അത് പിന്നെ മതി മതി നീ പറഞ്ഞത്. ഇനിയുള്ളതൊക്കെ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞോളാം. അമ്മ അവനോട് ഫോൺ തട്ടിപ്പറിച്ചു. പിന്നെ അവർ തമ്മിലായി കുശലം. മുത്തശ്ശിക്ക് സന്തോഷമായിട്ടോ. എൻ്റെ മക്കൾക്ക് നല്ലതേ വരൂ. അവൻ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ആ കൈകൾ വിടുവിച്ച് മുറിയിലേക്ക് പോയി. ബാഗ് മേശമേൽ വെച്ചിട്ട് അവൻ കട്ടിലിൽ മലർന്നു കിടന്നു. ഈശ്വര, എല്ലാം പ്രശ്നമായും തോന്നുന്നു. ഇത്ര പെട്ടെന്നെല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാനാവില്ല. ഒരു നഷ്ടപ്രണയത്തിൻ്റെ വിങ്ങലാണ് അവന് തോന്നിയത്. പല പല വിചാരങ്ങൾ മനസ്സിൽ കൂടി കടന്നു. പൂജയോടെല്ലാം തുറന്നു പറഞ്ഞാലോ? രണ്ടും കൽപ്പിച്ച് അവളുടെ വീട്ടിൽ പോയാലോ? പക്ഷെ അമ്മയെ വിഷമിപ്പിക്കാനും മനസ്സ് വരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. മോനെ, സിത്തു, വാതിൽ തുറക്ക്. അമ്മ വാതിലിൽ കൊട്ടി. അമ്മ, ഞാൻ കുളിക്കുവാണ്, അവൻ വിളിച്ചു പറഞ്ഞു. കുളി കഴിഞ്ഞ് നീ അമ്മയുടെ അടുത്ത് വരണേ, ഒരു കാര്യം പറയാനുണ്ട്. ശരിയമ്മേ. പക്ഷെ കുറച്ച് സമയം കൂടി അവൻ ആ കിടപ്പ് കിടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞായറാഴ്ച വന്നെത്തി. ഇല്ലത്താണെങ്കിൽ ആകെ തിരക്കാണ്. അപ്പച്ചി സേതുവേട്ടനും ഉച്ചയോടെ എത്തും. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ, കുറുക്ക് കാളനും അവിയലും സാമ്പാറും തോരനും അച്ചാറും പപ്പടവും പച്ചടിയും തീയലും ഒക്കെ ആയിക്കഴിഞ്ഞു. അതികേമായിട്ടാണ് മുത്തശ്ശി അമ്മയും കൂടി പാചകം ചെയ്തിരിക്കുന്നത്. പാലടപ്രഥമൻ എന്നത്തെയും പോലെ അച്ഛനും മുത്തശ്ശനുമാണ്. നള പാചകമൊന്നല്ലേ. ഇവയുടെയൊക്കെ സുഗന്ധം പടിപ്പുര കടന്നു കഴിഞ്ഞു പോയിരിക്കുന്നു. പത്മയ്ക്ക് മാത്രം ഒരു സന്തോഷമില്ല. ബാക്കി എല്ലാവരും അവരെ കാത്തിരിക്കുവാണ്. ഏകദേശം 2 മണിയായി അവരെത്തിയപ്പോൾ സേതുവേട്ടനും അപ്പച്ചിയും കാറിൽ നിന്നിറങ്ങി. കുറേ ലഗേജുകളൊക്കെ അവർ എടുത്ത് വെളിയിലേക്ക് വെച്ചു. അമ്മയും അച്ഛനും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട്. സേതുവേട്ടൻ്റെ കണ്ണുകൾ അവിടെ മാകെ ഉഴറി നടന്നു. എന്തേ കുട്ടിയെ?
നീ നോക്കണത് പത്മമോളെയാണോ? അപ്പച്ചിയുടെ ശബ്ദം ഉയർന്നു. പത്മ വേഗം ഉമ്മറത്തേക്ക് വന്നു. ഹാവു, ദേ എത്തിയല്ലോ നമ്മുടെ ആള്. മോളെ, ഇങ്ങടെ അടുത്ത് വരിക. അപ്പച്ചി വന്ന് അവളെ പുണർന്നു. സേതുവേട്ടൻ്റെ മിഴികൾ തിളങ്ങിയത് അവൾ കണ്ടില്ലെന്ന് നടിച്ചു. ഒരു കുട്ടി ഇത്തിരി ക്ഷീണിച്ചു, പക്ഷേ സൗന്ദര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല, അല്ലേ സേതു? എല്ലാത്തിനും മറുപടിയായി സേതുവേട്ടൻ ചിരിച്ചു. മുത്തച്ഛനും മുത്തശ്ശിയും കൂടി ഏട്ടൻ്റെ ഓരോ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. രണ്ടാളുടെയും ആദ്യത്തെ പേരക്കിടാവല്ലായിരുന്നോ ഏട്ടൻ? ക്ലാസ് എങ്ങനെയുണ്ട് പത്മ? അമ്മ കൊടുത്ത സംഭാരം കുടിച്ചുകൊണ്ട് ഏട്ടൻ ചോദിച്ചു. എക്സാം തുടങ്ങും നെക്സ്റ്റ് വീക്ക്. ഓ, അപ്പോൾ ക്ലാസ് കഴിയാറായല്ലേ? അവൾ അടുക്കളയിലേക്ക് പിൻവാങ്ങി. ഇനി പഠിത്തമൊക്കെ അങ്ങ് ഡൽഹിയിൽ അല്ലേ സേതു? അപ്പച്ചിയുടെ സംസാരവും ഉറക്കെയുള്ള ചിരിയും ഹോളിൽ മുഴങ്ങി. അച്ഛനും സേതുവേട്ടനും കൂടി ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൂടുതലും സംസാരിക്കുന്നത് അച്ഛനാണെന്ന് മാത്രം. ഇടയ്ക്കൊക്കെ അപ്പച്ചി വന്ന് അവളുടെ കരം ഗ്രഹിക്കും. ഊണ് കഴിഞ്ഞ് സേതു റൂമിലേക്ക് പോയി. പണ്ട് മുതൽക്കേ അവർ വരുമ്പോൾ സേതു ഉപയോഗിക്കാറുള്ള ഒരു റൂമുണ്ട്. അവിടെ നിന്നാൽ കാവും കുളവും ചെമ്മൺപാതയും ഒക്കെ കാണാം. അവൻ്റെ മുറി ശാരദേച്ചിയെ കൊണ്ട് മുത്തശ്ശി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അവൻ റൂമിൽ വന്നു. ജനാലകളൊക്കെ തുറന്നു. നല്ല തണുത്ത കാറ്റ് മുറിയിലേക്ക് അടിച്ചു വന്നു. എന്തൊരു കുളിർമ, അവൻ ഓർത്തു. പത്മ കുളപ്പടവിലേക്ക് നടന്നു പോകുന്നത് അവൻ കണ്ടു. തുടരും. കഥ വായിച്ച് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.